വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിന്റെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡീഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട് ടു HCN ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. കാർബണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണൈൽ കോമ്പൗണ്ടിന്റെ വേറൊരു പേര് നമ്മൾ കാർബണൈൽ ഗ്രൂപ്പ് എന്നും പറയും. ഓക്കെ, C ഡബിൾ ബോണ്ട് O ഇതാണ് നോർമലി നമ്മൾ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് C ഡബിൾ ബോണ്ട് O വിത്ത് കാർബൺ ആറ്റം ബോണ്ടഡ് ടു ടു അതർ ആറ്റംസ്. ഇത് കൂടാണ്ട് കാർബൺ ആറ്റം വേറെ ഏതെങ്കിലും രണ്ട് ആറ്റത്തിനോടും ബൗണ്ടഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പിനാണ് നമ്മൾ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി HCN എന്താണ്? ഹൈഡ്രജൻ സയനൈഡ് ആണ്. ഓക്കെ, അപ്പം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ ബി ഇലക്ട്രോഫിലിക് അഡീഷൻ, ഓപ്ഷൻ സി ന്യൂക്ലിയോഫിലിക് അഡീഷൻ, ഓപ്ഷൻ ഡി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ കാർബണൈൽ കോമ്പൗണ്ട് നമ്മൾ ഹൈഡ്രജൻ സയനൈഡിലേക്ക് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് അഡീഷന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ CN സയനൈഡ് ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതപ്പോ അഡീഷണൽ റിയാക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എയും വരില്ല, ഓപ്ഷൻ ഡിയും എന്തായാലും വരില്ല. പിന്നെ സി എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിൽ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, hyperconjugation is most useful for stabilizing which of the following carbocation? Option A neopentyl, option B tertiary butyl, option C isopropyl, option D ethyl. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ ഏത് കാർബോകാറ്റോൺ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടെർഷ്യറി ബ്യൂട്ടൈൽ. ഓക്കെ, ഈ ഒരു കാർബോകാറ്റയോണ് 9 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് ആൽഫ പൊസിഷനിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the successive members of a homologous series differ by unit of which of the following? Option A CH3, option B CH3 CH3, option C CH2, option D CH2 CH3. അപ്പോൾ ഒരു ഹോമോലോഗസ് സീരീസിലെ സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ചെയ്യുന്നത് CH2 യൂണിറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഈ ഒരു 3 എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു സീരീസ് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഓരോ സക്സസീവ് മെമ്പറിന്റെയും ഡിഫറൻസ് വരുന്നത് CH2 ഗ്രൂപ്പ് വെച്ചിട്ടാണ്. ഓക്കെ, അതായത് CH2 ഗ്രൂപ്പ് ഓരോ സക്സസീവ് മെമ്പറിലും ആഡ് അപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി CH2. Next question, which of the following is false regarding inductive effect? Option A temporary effect, option B propagates through a carbon chain, option C permanent effect, option D groups having high electron affinity than hydrogen show the negative inductive effect. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പെർമനന്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്. അപ്പം ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അത് കാർബൺ ആറ്റത്തിൽ അല്ലെങ്കിൽ കാർബൺ ഗ്രൂപ്പിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഗ്രൂപ്പ്സ് ഹാവിംഗ് ഗ്രേറ്റർ ഇലക്ട്രോൺ അഫിനിറ്റി ദാൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാക്കിംഗ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡിയും ഇവിടെ കറക്റ്റ് ആണ്. ഓക്കെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻ കോവാലന്റ് മോളിക്യൂൾസ്. ഇവിടെ അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു കാർബൺ ചെയിൻ ആറ്റത്തിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഇവിടെ റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഈസ് ഓപ്ഷൻ എ ടെമ്പററി എഫക്റ്റ്. Next question, in a molecule when displacement of electron pair is away from the group, it is dash electromeric effect. Option A 0, option B negative, option C positive, option D no. Electromeric effect എന്താന്ന് നമുക്കൊന്ന് നോക്കാം. It is defined as the polarity produced in a multiple bonded compounds as a reagent approaches it in the presence of attacking agent. The 2 pi electrons are completely transferred to any one of them and this effect is ടെമ്പററി. ഇനി ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവ് ആയിട്ടും ഉണ്ട് നെഗറ്റീവ് ആയിട്ടും ഉണ്ട്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രോൺ പെയർ ഡിസ്പ്ലേസ് ആവുന്നത് എവേ ഫ്രം ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവുമ്പോഴാണ്.
സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്ട്. Next question, what is obtained by thermolysis of acids? Option A, free radicals. Option B, carbocation. Option C, arene. Option D, nitrene. അപ്പോൾ അസൈഡ്സിന്റെ ആ ഒരു ഫോർമുല, കെമിക്കൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്, N3 എന്നാണ് വരുന്നത്. ഓക്കെ, N3. ഇനി അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 3 N ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, N ഒരെണ്ണം നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, പിന്നെ ഒരെണ്ണം നെഗറ്റീവ്, ആൻഡ് ദേ ആർ കണക്റ്റഡ് ബൈ ഡബിൾ ബോൺസ്. ഓക്കെ, ഇതാണ് നോർമലി അസൈഡ്സിന്റെ ആ ഒരു കെമിക്കൽ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഹൈഡ്രാസോയിക് ആസിഡ് HN3യുടെ കോൺജുഗേറ്റ് ബേസ് ആയിട്ടാണ് ഈ അസൈഡ്സ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തെർമോളിസിസ് ഓഫ് അസൈഡ്സ് വഴി ഒബ്റ്റെയിൻ ചെയ്യുന്നത് ആക്ച്വലി നൈട്രീൻസ് ആണ്, വിച്ച് ഈസ് ഓപ്ഷൻ ഡി, നൈട്രിൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ന്യൂട്രൽ മോണോവാലന്റ് നൈട്രജൻ സ്പീഷീസ് ആണ് ഈ നൈട്രീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നൈട്രജൻ ആറ്റത്തിന് 2 ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് വിത്ത് എ മോണോവാലന്റ് ആറ്റം ഓർ ഗ്രൂപ്പ് അറ്റാച്ച്ഡ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, നൈട്രീൻ. Next question, what is the other name for acyclic compounds? Option A, aliphatic. Option B, aromatic. Option C, heterocyclic. Option D, alicyclic. അപ്പോൾ acyclic അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് അറിയപ്പെടും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ചെയിൻ കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അരോമാറ്റിക്, ഹെട്രോസൈക്ലിക്, acyclic ഇതെല്ലാം ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ട്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, ആലിഫാറ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി ഓപ്ഷൻ ദാറ്റ് ഈസ് നോട്ട് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്രം ദി ഫോളോയിങ്. ഓപ്ഷൻ എ, ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്. ഓപ്ഷൻ ബി, ബെൻസീൻ ഗ്രൂപ്പ്. ഓപ്ഷൻ സി, ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബെൻസീൻ ഗ്രൂപ്പ് ആണ്. So correct answer is option B. Next question, if the total number of bonds between two atoms is 3, the total number of resonating structures is 2, what is the bond order? Option A 0.5, option B 1.5, option C 2.5, option D 3.5. Bond order കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് നോക്കാം. Total number of bonds between two atoms divided by total number of resonating structures ചെയ്താൽ നമുക്ക് bond order value കിട്ടും. അപ്പോൾ ഇവിടെ ഈ values എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് 3 divided by 2 മാത്രം നമ്മൾ ചെയ്താൽ മതി, which is equal to bond order 1.5. Okay, so correct answer option B 1.5. Next question, the homolytic fission of a covalent bond liberates. Option A, carbonium ions. Option B, carbanions. Option C, free radicals. Option D, carbenes. അപ്പോൾ homolytic fission എന്ന് പറഞ്ഞാൽ എന്താണ്? It is a type of bond fission. അവിടെ dissociation of given molecules ആണ് occur ചെയ്യുന്നത്, whereas one electron is retained by each of the original fragments of the molecule. അപ്പം ഒരു ന്യൂട്രലി ചാർജ്ഡ് മോളിക്യൂള് ഹോമോലിറ്റിക് ഫിഷനിലേക്ക് സബ്ജക്റ്റ് ആയാൽ നമുക്ക് അവിടെ 2 ഫ്രീ റാഡിക്കൽസ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്, ഫ്രീ റാഡിക്കൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഫ്രീ റാഡിക്കൽ? ഓപ്ഷൻ എ, കാർബൺ മോണോക്സൈഡ്. ഓപ്ഷൻ ബി, സയനൈഡ്. ഓപ്ഷൻ ഡി, നൈട്രിക് ഓക്സൈഡ്. ഓപ്ഷൻ ഡി, കാർബൺ മോണോസൾഫൈഡ്. അപ്പൊ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ഷെൽ കൺഫിഗറേഷൻ അല്ലെങ്കിൽ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ആണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നൈട്രിക് ഓക്സൈഡ്, Cl, CH3 ഇതൊക്കെയാണ് വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ്, Cn, Cs ഇതിൽ മൂന്നിലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് മൂന്നും സ്റ്റേബിൾ ആണ്. പക്ഷെ ഓപ്ഷൻ സി നൈട്രിക് ഓക്സൈഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുണ്ട് എപ്പാർട്ട് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണ്, റിയാക്റ്റീവ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ ഫ്രീ റാഡിക്കൽ. സോ ഓപ്ഷൻ സി നൈട്രിക് ഓക്സൈഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.
Next question. Select the correct statement from the following option. Option A. Carbanion is an intermediate compound. Option B. In carbanion, central carbon atom carries negative charge. Option C. It possesses an unshared pair of electron. Option D. All of the mentioned. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് പറയാം കാർബാനിയോൺ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആണ്. അവിടെ സെൻട്രൽ കാർബൺ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, ഓൾസോ അതിന് ഒരു അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണും ഉണ്ടാവും. ഇനി ആ ഒരു സെൻട്രൽ കാർബൺ ആറ്റത്തിന് 3 സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിരിക്കും ഉള്ളത് ഫോർ എ ടോട്ടൽ ഓഫ് 8 വാലൻസ് ഇലക്ട്രോൺസ്. സോ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ മെൻഷൻഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. Which of the following statement is incorrect about electrophiles? Option A. Electrophiles are positively charged on neutral species having vacant orbitals. Option B. The electrophiles are attacked by most electron populated part of one nucleophile. Option C. Chemical species that do not satisfy the octet rule such as carbene and radicals are electrophiles. Option D. Electrophiles are Lewis bases. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്പീഷ്യസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലൂവിസ് ആസിഡ്സ് ആണ്, നോട്ട് ലൂവിസ് ബേസ് അക്കോർഡിംഗ് ടു ആസിഡ് ബേസ് റിയാക്ഷൻ തിയറീസ്. സോ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രോഫൈൽസ് ആർ ലൂവിസ് ബേസ്. Next question. What is the correct order for the rate of reaction for the electrophilic attack of the given compounds? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട് 1, കോമ്പൗണ്ട് 2 ആൻഡ് കോമ്പൗണ്ട് 3. ഓക്കെ, ഫസ്റ്റ് കോമ്പൗണ്ടിലുള്ളത് OH ഗ്രൂപ്പ് ആണ്, സെക്കൻഡ് കോമ്പൗണ്ടിൽ വരുന്നത് NH2 ഗ്രൂപ്പ് ആൻഡ് തേർഡ് കോമ്പൗണ്ടിൽ വരുന്നത് ഫ്ലൂറിൻ ഗ്രൂപ്പ് ആണ്, ഫ്ലൂറിൻ എലമെന്റ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ട്രെൻഡ് വരുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന എലമെന്റ്സ് വെച്ചിട്ട് നൈട്രജൻ ലെസ് ദാൻ ഓക്സിജൻ ലെസ് ദാൻ ഫ്ലൂറിൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തേർഡ് കോമ്പൗണ്ട് അതായത് ഫ്ലൂറിൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും ലീസ്റ്റ് ഇലക്ട്രോൺ റിച്ച് റിംഗ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ലെസ് ഫേവർ ചെയ്യുന്നത് ആ ഒരു കോമ്പൗണ്ടിനെ ആയിരിക്കും. അതുപോലെ തന്നെ കോമ്പൗണ്ട് 2 ആണ് മോസ്റ്റ് ഇലക്ട്രോൺ റിച്ച് റിംഗ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്നത് ആ ഒരു കോമ്പൗണ്ടിനെ ആയിരിക്കും. അപ്പം കോമ്പൗണ്ട് 2 ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ കോമ്പൗണ്ട് 2 ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next question. Which reagent is a good nucleophile? Option A NH3, option B BH3, option C Br2, option D HBr. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവര് കൂടുതൽ വില്ലിങ്നെസ് കാണിക്കും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഗുഡ് ന്യൂക്ലിയോഫൈൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണ്, NH3. Next question. Identify the false statement regarding resonance. Option A. As the number of charges increases, the resonance forms gets more significant. Option B. Zero charge of resonance is the most significant one. Option C. Atoms with full octet resonance form are more stable when compared with the one with unfilled octet. Option D. Resonance is unstable in case of unfilled octet of nitrogen atom. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ആസ് ദ നമ്പർ ഓഫ് ചാർജസ് ഇൻക്രീസസ് ദ റെസൊണൻസ് ഫോംസ് ഗെറ്റ്സ് മോർ സിഗ്നിഫിക്കന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്പർ ഓഫ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് റെസൊണൻസ് ഫോം എന്ന് പറയുന്നത് ലെസ് സിഗ്നിഫിക്കന്റ് ആവും ആൻഡ് ദെയർഫോർ ലെസ് സ്റ്റേബിളും ആയിരിക്കും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. Next question. Hyperconjugation involves the delocalization of option A sigma bond orbital, option B pi bond orbital, option C both sigma and pi bond orbital, option D none of the mentioned. But delocalization of sigma bond orbital ആണ് hyperconjugation involved ആയിട്ടുള്ളത്. Correct answer is option A sigma bond orbital.
Next question. Larger the number of hyperconjugation structures, the stability of free radicals will option A decrease, option B increase, option C remains same, option D none of the mentioned. Number of hyperconjugation structures increase ആവുമ്പം free radical stability automatically increase ആവാണ് ചെയ്യുന്നത്. So correct answer option B increase. Next question. Which among the following is not an example of acyclic compound? Option A acetaldehyde, option B ethane, option C cyclopropane, option D isobutane. അപ്പം acyclic compoundന്റെ എക്സാമ്പിൾസ് വരുന്നത് acetaldehyde, ethane, isobutane ഇതൊക്കെയാണ്. It is not an example of acyclic compound. അപ്പം ഓപ്ഷൻ സി ആണ് cyclopropane. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതൊരു റിംഗ് കോമ്പൗണ്ട് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ. Next question. The substituent groups that are commonly associated with benzene ring are option A phenyl and benzyl, option B propyl and phenyl, option C methyl and benzyl, option D butyl and phenyl. ഇപ്പോൾ ഇവിടെ ബെൻസീൻ റിങ്ങുമായിട്ട് കോമൺലി അസോസിയേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പ്സ് ഓപ്ഷൻ എ ആണ്, അതായത് ഫീനൈൽ ആൻഡ് ബെൻസൈൽ ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലോസ്ലി അസോസിയേറ്റഡ് സ്ട്രക്ചർ ആണുള്ളത്. ഡിഫറൻസ് വരുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ MCQs. താങ്ക് യു.